ന്യൂസിയേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. UDFലെ സീറ്റ് വിഭജന ചർച്ചകൾ വളരെ സജീവമായി പുരോഗമിക്കുകയാണ്. ഇന്ന് എറണാകുളത്ത് വളരെ പ്രധാനപ്പെട്ട കക്ഷികളുമായൊക്കെ കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തി. അതിലേറ്റവും ഒരു സങ്കീർണമായ പ്രക്രിയ ഒരുപക്ഷെ കോൺഗ്രസിന് മറികടക്കാനുള്ളത് കേരള കോൺഗ്രസിനെ എങ്ങനെ സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നതായിരിക്കും. കാരണം കേരള കോൺഗ്രസ് 2 സീറ്റ് വേണമെന്ന ആവശ്യം വളരെ കർക്കശമായി ഉന്നയിച്ചിരിക്കുകയാണ്. PJ ജോസഫാണ് അതിൻ്റെ ഫ്രണ്ട് റണ്ണർ, മുൻപിലോടുന്ന ആൾ. കാരണം ഞങ്ങൾക്ക് ഈ സീറ്റ് കിട്ടിയേ മതിയാവുമെന്നാണ് അദ്ദേഹം ഇന്നലെ ലോക്സഭാ സീറ്റിലേക്ക് മത്സരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യം വ്യക്തമാക്കിയിരുന്നു. പാർട്ടിക്ക് 2 സീറ്റ് കിട്ടിയേ മതിയാവുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അത് ഇന്ന് കോൺഗ്രസുമായുള്ള ചർച്ചയിൽ ഉന്നയിച്ചുവെങ്കിലും മുൻപേയുള്ള നിലപാട് കോൺഗ്രസ് ആവർത്തിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് ആ സീറ്റ് വിട്ടുതരാൻ കഴിയില്ല, പരമാവധി സീറ്റ് കോൺഗ്രസിന് സമാഹരിക്കുക എന്നതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ അത് ഈ പാർട്ടിക്കകത്തെ, അതായത് കേരള കോൺഗ്രസിൻ്റെ അകത്തെ ആഭ്യന്തര പ്രശ്നമായേ കാണുന്നുള്ളൂ. അവർക്ക് കൂടി ഇടപെട്ട് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമായി അവരതിനെ കാണുന്നുമില്ല. ഏതായാലും ഇന്നത്തെ ചർച്ചയിൽ, സീറ്റ് വിഭജന ചർച്ചയിൽ ഒരു സമവായം ഉണ്ടായില്ല എന്നാണ്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രസന്റേഷനിലേക്ക് പോകണം. ചില കാര്യങ്ങൾ വേഗത്തിൽ പരിശോധിച്ച ശേഷം കൊച്ചിയിൽ നിന്നുള്ള ഒരു തത്സമയ റിപ്പോർട്ട് കൂടി ആവശ്യമുണ്ട്. PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം നേരിടാൻ പോകുന്ന പ്രശ്നം സീറ്റ് കിട്ടാൻ പോകുന്നില്ല എന്നാണ്. അത് വേണ്ട ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം കോൺഗ്രസിന് ആ സീറ്റ് കൊടുക്കുക സാധ്യമല്ല. അപ്പോൾ അധിക സീറ്റ് ആവശ്യം UDF നിരാകരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ലീഗിന് കൊടുക്കാത്ത സീറ്റ് എങ്ങനെ മാണിക്ക് കൊടുക്കുമെന്ന പ്രശ്നം അവർക്കുണ്ട്. കാരണം ലീഗ് 3 സീറ്റ് ചോദിച്ചിട്ടുണ്ട്. 3 സീറ്റ് ചോദിക്കുക എന്ന് പറയുമ്പോൾ മാണിക്ക് അധിക സീറ്റ് കൊടുത്താൽ ലീഗിന് കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ലീഗ് സ്വാഭാവികമായും കോംപ്രമൈസ് ചെയ്യും. അണികൾക്ക് വലിയ ആവശ്യമുണ്ടെങ്കിലും ലീഗിൻ്റെ നേതൃത്വത്തിന് 3ാമതൊരു സീറ്റ് വേണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ 2ാം സീറ്റ് മാണിക്ക് കൊടുത്താൽ സ്വാഭാവികമായിട്ടും ഒരു പ്രഷർ ലീഗിനകത്തുണ്ടാകും. അത് ലീഗിന് ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ലീഗിന് കൊടുക്കാത്ത സീറ്റ് മാണിക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന പ്രശ്നം വേറെ ഒരു പ്രശ്നമായി തന്നെ UDF മുൻപിലുണ്ട്. അപ്പം മാണിയെ അനുനയിപ്പിക്കാൻ കുഞ്ഞാലിക്കുട്ടി ഒരുപക്ഷെ ഇടപെട്ടേക്കും. കാരണം കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ട് മാണിയോട് സംസാരിപ്പിച്ച് അധിക സീറ്റ് ആവശ്യപ്പെടാൻ പാടില്ല എന്നതിലൊരു തീരുമാനം എത്തുകയും 2 പാർട്ടികളുടെയും അധിക സീറ്റ് ആവശ്യമുള്ളവരെ പിന്നോട്ട് നടത്തിക്കാനും കോൺഗ്രസിന് കഴിഞ്ഞേക്കുമെന്നാണ് അതിൽ കാണേണ്ടുന്ന ഒരു കാര്യം. പിന്നൊന്ന്, കോട്ടയം കിട്ടുമോ എന്നാണ് ജോസഫിന്. കാരണം ഒരേ ഒരു സീറ്റ് മാത്രം കിട്ടിയാൽ ജോസഫിന് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കോട്ടയം സീറ്റിൽ ജോസഫിന് മത്സരിക്കാൻ കഴിയുമോ? കാരണം കിട്ടിയ ഒരു രാജ്യസഭാ സീറ്റ് മാണിയുടെ മകൻ ജോസ് കെ മാണി കൈയെടുത്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും കേരള കോൺഗ്രസിന് ആ സീറ്റ് ആവശ്യമുണ്ട്, അതായത് ജോസഫ് വിഭാഗത്തിന് ആവശ്യമുണ്ട്. അവിടെ അദ്ദേഹത്തെ മത്സരിപ്പിക്കുമോ എന്താണ്. പക്ഷേ കോട്ടയം കൊടുത്ത് PJ ജോസഫിനെ ഒരു കരുത്തനാക്കി മാറ്റാൻ മാണി ഒരു നിലയ്ക്കും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ജോസഫ് കരുത്തനാകുന്നത് ജോസ് കെ മാണിക്ക് തിരിച്ചടി ഉണ്ടാക്കും. കാരണം ജോസ് കെ മാണി കേരള യാത്രയൊക്കെ നടത്തി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാകാൻ പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ജോസഫ് ഒരു വളരെ സീനിയറായി കരുത്തനാവുന്നത് ഒരു നിലയ്ക്കും അദ്ദേഹത്തിന് ഗുണം ചെയ്യില്ല. മറ്റൊന്ന്, ഇനിയിപ്പോൾ UP അധികാരത്തിൽ വരുന്ന ഒരു നിലയുണ്ടായാൽ ഒരു മന്ത്രിസ്ഥാനം, ഒരു സഹമന്ത്രി സ്ഥാനം കിട്ടുമെന്ന് വെച്ചാൽ സ്വാഭാവികമായും MP ആയ ഏറ്റവും സീനിയറായ PJ ജോസഫിന് അതിനകത്ത് ക്ലെയിം ഉണ്ടാവും. അപ്പോൾ ജോസ് കെ മാണിക്ക് അത് കിട്ടാതെ വരുമോ എന്ന ഭയം മാണിയെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു നിലയ്ക്കും അദ്ദേഹം PJ ജോസഫ് കോട്ടയത്ത് നിന്ന് വിജയിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അതിനകത്തെ ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ സീറ്റ് കിട്ടാത്തത് ചൂണ്ടിക്കാട്ടി മാണിയിൽ നിന്ന് പിളർന്നു മാറുക എന്നാണ് ജോസഫിന് മുൻപിലുള്ള പ്രധാനപ്പെട്ട വഴികളിൽ ഒന്ന്. അത് UDF തന്നെ 2 പാർട്ടിയായി നിന്ന് സീറ്റ് ചോദിക്കുക എന്ന ആവശ്യം അദ്ദേഹം ഒരുപക്ഷെ പയറ്റേക്കും. കാരണം 2 പാർട്ടിയായി പിളർന്ന് പുറത്തേക്ക് പോകുമ്പോൾ എത്ര MLA കൂടെ ഉണ്ടാകും, പിളർപ്പ് സാധുമാവുക പോലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മുൻപിലുണ്ട്. അപ്പോൾ പിളർന്ന് അതിനകത്ത് തന്നെ നിൽക്കാൻ എങ്ങനെ കഴിയും എന്നതായിരിക്കും അദ്ദേഹം ആലോചിക്കുന്ന ഒരു കാര്യം. കോൺഗ്രസും ലീഗും ഇതിനോട് യോജിക്കുമോ എന്ന് ഉറപ്പില്ല. കാരണം അതിനകത്ത് തന്നെ 2 പാർട്ടിയായി നിൽക്കുക, 2 പേരെയും 2 തരത്തിൽ അക്കോമഡേറ്റ് ചെയ്യുക എന്നത് കോൺഗ്രസിന് യോജിക്കാൻ കഴിയുന്ന കാര്യമായിരിക്കില്ല. ജോസഫിന് ജോസ് കെ മാണി ചെയർമാൻ ആവാൻ പോകുന്ന, ജോസ് കെ മാണിക്ക് സമഗ്രാധിപത്യമുള്ള ഒരു പാർട്ടിയിൽ തുടരുകയും പ്രയാസമായിരിക്കും. അത്തരം നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടുന്നു. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ കേരള കോൺഗ്രസിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. കുറേ നാളുകളായി ഈ ഭിന്നത വളരെ രൂക്ഷമായി തുടരുകയാണ്. ഇവർക്ക് 2 പേർക്കും ഇനി ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്ന പ്രശ്നം സീരിയസ് ആയി നിൽക്കുന്നു എന്നതാണ്. കൊച്ചിയിൽ ഇന്ന് ഒരു ഉഭയകക്ഷി ചർച്ചയിൽ ഈ വിഷയം, ഈ 2 സീറ്റെന്ന ആവശ്യം ഉന്നയിക്കപ്പെടുകയും കോൺഗ്രസ് അതിലെ അവരുടെ നിർവാഹമില്ലായ്മ തുറന്നു പറയുകയും ചെയ്തു. ആസിഫ് ഈ ഉഭയകക്ഷി ചർച്ച റിപ്പോർട്ട് ചെയ്ത് ആസിഫ് നമ്മോടൊപ്പം തത്സമയം കൊച്ചിയിൽ നിന്നുണ്ട്. ആസിഫ്, ഒരു നിലയ്ക്കും നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന വളരെ ഖണ്ഡിതമായ, വളരെ കൃത്യതയുള്ള സന്ദേശം ഇതിനകം തന്നെ കേരള കോൺഗ്രസ് നൽകി കഴിഞ്ഞോ? അതോ അതിനകത്ത് ഇനിയും ചർച്ചയ്ക്ക് സ്കോപ്പുണ്ടോ? നിഷ, തീർച്ചയായും നിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ സന്ദേശം തന്നെയാണ് കേരള കോൺഗ്രസ് നൽകിയത്. 2ാം സീറ്റ് എന്നുള്ള നിങ്ങളുടെ ആവശ്യം ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടില്ല എന്നുള്ള കൃത്യമായ സന്ദേശം നൽകി കഴിഞ്ഞു. മാത്രമല്ല, കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം തന്നെ ഇത്തരത്തിൽ നിലപാട് തങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ചർച്ച നമുക്ക് അധികം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്നും കേരള കോൺഗ്രസിന് ഉള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുക എന്നൊരു നിലപാടാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ്
കോൺഗ്രസ് സ്വീകരിച്ചത്. എന്നാൽ കേരള കോൺഗ്രസ് ഇന്നത്തെ യോഗത്തിൽ കടുംപിടുത്തത്തിൽ തന്നെയായിരുന്നു എന്നുള്ള വ്യക്തമാണ്. കാരണം ഇക്കാര്യത്തിൽ രണ്ടാം സീറ്റ് എന്നുള്ള തങ്ങളുടെ ആവശ്യം നിരാകരിച്ചുകൊണ്ട് കൂടുതൽ ചർച്ചകൾ നടത്തുന്നതിൽ കാര്യമില്ല. കാരണം ഇടുക്കി അല്ലെങ്കിൽ ചാലക്കുടി എന്നീ സീറ്റുകളാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇതിൽ ഏത് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ നമുക്ക് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ പകരം സീറ്റ് എന്നുള്ള കാര്യത്തിലടക്കം നമുക്ക് ചർച്ചകൾ നടത്താം. അല്ലാതെ നിങ്ങൾ രണ്ടാം സീറ്റ് ഇല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് അധികം ചർച്ചകൾ വേണ്ട എന്നൊരു നിലപാടായിരുന്നു കേരള കോൺഗ്രസ് സ്വീകരിച്ചത്. നാം മനസ്സിലാക്കേണ്ടത്, ഇന്ന് ആരംഭിച്ച ചർച്ചയിൽ മുസ്ലിം ലീഗുമായുള്ള ചർച്ച ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു. കേരള കോൺഗ്രസുമായുള്ള ചർച്ച അരമണിക്കൂറിൽ താഴെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഇക്കാര്യത്തിൽ രണ്ടാം സീറ്റ് തങ്ങൾക്ക് തരില്ല എന്നുള്ള കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ടൊരു ചർച്ച നമ്മൾ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ല എന്നൊരു നിലപാടാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. അതിൽ മാണിയും ജോസഫും ഒരുമിച്ച് നിന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. കാരണം ജോസഫിനെ ഇപ്പോൾ പിണക്കുന്നത് കൂടുതൽ ദോഷം ചെയ്യുമെന്നൊരു നിലപാട് തന്നെയായിരിക്കും മാണി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് രണ്ടാം സീറ്റ് എന്നുള്ള കാര്യത്തിൽ ഇവർ ഉറച്ചു നിന്നുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ നടത്തിയത്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ കഴിയാതെ പോയതും. മാത്രമല്ല, മുസ്ലിം ലീഗാണ് ആദ്യം RSPയുമായുള്ള ചർച്ചയായിരുന്നു. RSP കൊല്ലം സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമായി അത് പെട്ടെന്ന് തന്നെ അവസാനിക്കുകയും ചെയ്തു. പിന്നീട് മുസ്ലിം ലീഗുമായുള്ള ചർച്ചയായിരുന്നു നടന്നത്. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത് ആദ്യം തന്നെ തങ്ങൾക്ക് 3 സീറ്റ് വേണമെന്നുള്ള വാദഗതി മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചു. അപ്പോൾ തന്നെ അവർ പറഞ്ഞത്, ഇക്കാര്യത്തിൽ ഞങ്ങൾ കൂടുതൽ ചർച്ചകൾക്ക് തയ്യാറാണ്. നിലവിലുള്ള സ്ഥിതി ഞങ്ങൾ തുടരുകയാണെങ്കിൽ പോലും മറ്റ് പാർട്ടികൾക്ക് ഏതെങ്കിലും തരത്തിൽ കൂടുതൽ സീറ്റ് നൽകിക്കൊണ്ടുള്ള ഒത്തുതീർപ്പുകൾക്ക് ശ്രമിക്കുകയാണെങ്കിൽ 3ാം സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ ഞങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം മുസ്ലിം ലീഗ് വ്യക്തമാക്കി. അത്തരത്തിൽ കേരള കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ സീറ്റ് നൽകുന്നതിന് പൂർണ്ണമായി തടയിട്ടുകൊണ്ടാണ് ഇന്ന് മുസ്ലിം ലീഗ് ചർച്ചയിൽ പങ്കെടുത്തത്. അതായത് രണ്ടാമത്തെ സീറ്റ് കേരള കോൺഗ്രസിന് നിങ്ങൾ നൽകുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് 3ാമത്തെ സീറ്റ് നൽകാതെ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തങ്ങൾ തയ്യാറാകില്ല എന്ന് തന്നെ മുസ്ലിം ലീഗ് ആസിഫ്, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. എന്തായാലും രണ്ടാമതൊരു സീറ്റ് കൊടുക്കാൻ കഴിയില്ല എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ആ പാർട്ടിക്കകത്തൊരു പ്രശ്നമുണ്ടാവാതെ മുന്നണിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ ദൗത്യം ഇവർക്കുണ്ടല്ലോ. അത് PJ ജോസഫിന് കോട്ടയം വാങ്ങിച്ചു കൊടുക്കാനാണോ കൂടുതലായി ശ്രമിക്കുന്നത് കോൺഗ്രസ്, അതോ ജോസഫിനെ തണുപ്പിക്കാനാണോ? രണ്ട് ശ്രമവും നടക്കുന്നുണ്ട്. എങ്കിൽ പോലും ജോസഫ് തണുക്കുന്ന ഒരു ഘട്ടം വരാത്തതിനാൽ ജോസ് കെ മാണിയുടെ രാജ്യസഭാ സീറ്റ് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജോസഫിന് അനുകൂലമായി കോട്ടയം സീറ്റിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമം തന്നെയായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ അതിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ജോസഫിന് അനുകൂലമായി കോട്ടയം സീറ്റ് വാങ്ങിക്കൊടുക്കുക, മാണിയെ തണുപ്പിക്കുക എന്നൊരു ശ്രമമായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാവാൻ ശ്രമിക്കുക. നേരത്തെ നിഷ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മന്ത്രി പദവി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ധാരണ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിൽ ജോസഫിന് അനുകൂലമായി കോട്ടയം സീറ്റ് എന്നുള്ള ഒരു ആവശ്യത്തിൽ കോൺഗ്രസ് മുന്നിട്ട് ഇറങ്ങാനുള്ള ഒരു സാധ്യതയുള്ളത്. ഏതായാലും 3ാം തീയതി ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി ഏതായാലും രണ്ടാം സീറ്റ് എന്ന നിലയിൽ ഒരു ഒത്തുതീർപ്പിന് കോൺഗ്രസും വഴങ്ങില്ല. അതിന് അക്കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കാനുള്ള സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ കിട്ടാൻ പോകുന്ന കോട്ടയം സീറ്റ് ജോസഫിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്ന് തന്നെയായിരിക്കും ഇനി കോൺഗ്രസിന് മുന്നിലുള്ള വഴി. അത് ഈ 3ാം തീയതിക്ക് മുന്നോടിയായി പലതരത്തിലുള്ള അനൗപചാരിക കൂടിക്കാഴ്ചകൾ ഇതുമായി ബന്ധപ്പെട്ട നടത്താനും കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു ചർച്ചകൾ തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോവുക. നിഷാദ്, ആസിഫാണ് വിവരങ്ങൾ നൽകുന്നത്. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിന് അധികമായ ഒരു സീറ്റ് നൽകാൻ കഴിയില്ല എന്ന കാര്യം സുവ്യക്തമായി തന്നെ കേരള കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന്റെ മുൻപിലുള്ള ഇനിയുള്ള പ്രധാനപ്പെട്ട ദൗത്യം ഇപ്പോൾ അതിനകത്തുരുണ്ടുകൂടിയിരിക്കുന്ന കേരള കോൺഗ്രസിനകത്തുരുണ്ടുകൂടിയിരിക്കുന്ന തർക്കത്തെ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നാണ്. കേരള കോൺഗ്രസിന് അവരുടെ കയ്യിലുള്ള കോട്ടയം സീറ്റ് ജോസഫിനെ എങ്ങനെ മത്സരിപ്പിക്കാൻ കഴിയും, എങ്ങനെ ജോസഫിനെ സമാധാനിപ്പിക്കാൻ കഴിയുമെന്നതിനാണ് കോൺഗ്രസ് കൂടുതൽ ഊന്നൽ നൽകുക. മാണിയെ അക്കാര്യത്തിൽ ഇനിയിപ്പോൾ UPS സർക്കാർ വന്നാലും ഒരു മന്ത്രി പദവി കിട്ടിയാൽ അത് ജോസ് കെ മാണിക്ക് തന്നെ നൽകാൻ കഴിയുമോ എന്ന പോലെയുള്ള സമവായ ഫോർമുലകൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. രണ്ടാമതൊരു സീറ്റ് ഒരു സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ത്യാഗം സഹിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസ് എന്തായാലും ആഗ്രഹിക്കുന്നതേ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം.